മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത ഓരോരോ ദിവസങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാമല്ലേ. സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാനും നയിക്കാനും വിജയിപ്പിക്കാനും മാനസിക ബലം തരാനും ഊർജം നേടിത്തരുന്നത് യേശുവാണെന്ന് നമ്മൾ വിശ്വസിക്കുക. ആ കർത്താവ് ജെറമിയ പ്രവാചകനോട് സംസാരിക്കുകയാണ്. ജെറമിയയുടെ പുസ്തകം 32-ാം അധ്യായം 41-ാം വാക്യം. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും. മകളെ, ഇത് എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഈശോ പറയുന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേൻ. നിനക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുമെന്ന്. എത്ര ആശ്വാസദായകമായൊരു വാക്കാണല്ലേ. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കടം കൊടുത്ത് നീ വീട് വിൽക്കേണ്ടി വരികയില്ല. ഓർക്കണേ, നിന്നെ ഞാൻ നട്ടുവളർത്തും. നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ്. ദൈവം നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്നു, നമ്മളോ തകർക്കാൻ ശ്രമിക്കുന്നു. ആരുടെ തെറ്റ്? ഇതാണ് നമ്മുടെ ആത്മീയമായ വീര്യം കുറച്ച് കളയുന്നത്. വചനം കേൾക്കാതെ കൂദാശകൾ സ്വീകരിക്കാതെ വരുമ്പോൾ സ്വന്തം തോന്നലുകൾക്ക് അനുസരിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മെ നട്ടുവളർത്തുക? ഓർക്കണേ, പാപം പെരുകിയ ജീവിതങ്ങൾക്ക് കാത്തിരിക്കുന്നത് ദുരന്തങ്ങളാണ്, അല്ലേ? നഷ്ടങ്ങളാണ്, തകർച്ചകളാണ്. നന്മ പ്രവർത്തിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്തരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇത് യേശുവിൻ്റെ ഒരു താക്കീതാണ്. അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിലുണ്ടോ അവയെല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. മറക്കരുത്, നന്മ ചെയ്യുന്തോറും നമ്മൾ വളരും, തിന്മ ചെയ്യുന്തോറും നമ്മൾ തകരും. എന്താ പറഞ്ഞത്? നന്മ ചെയ്യുന്തോറും നമ്മൾ വളരും, തിന്മ ചെയ്യുന്തോറും നമ്മൾ തകരും. കുടുംബങ്ങൾ തകരുന്നത്, തലമുറകൾ തകരുന്നത്, സ്ഥാപനങ്ങൾ തകരുന്നത്, ഇതാണ് ആത്മീയമായ മർമ്മം. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ മക്കളെ, വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ഹൃദയപൂർവ്വം പ്രാർത്ഥനയിൽ മുന്നേറുക. ദൈവം നമ്മെ ഓരോരുത്തരെയും നട്ടുവളർത്തും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ കാരുണ്യവാനായ ഈശോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു അനുഗ്രഹിക്കാൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.